വീട്ടിൽ അതിക്രമിച്ച് കയറി നായയെക്കൊണ്ട് കടിപ്പിച്ച് ഗുണ്ടാ വിളയാട്ടം. ചിറയ്ക്കൽ മണക്കാട്ടുവിളാകം സക്കീറിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. 2 പേർക്ക് നായയുടെ കടിയേറ്റു. വീടിന് മുന്നിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. പ്രതി സമീറിനായി പോലീസ് അന്വേഷണം തുടങ്ങി. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, എന്തൊരു അക്രമമാണിത്? എന്താണ് ഉണ്ടായത്? തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട പ്രതിയായിട്ടുള്ള കമ്രാൻ എന്ന സമീറാണ് ഇന്ന് വൈകുന്നേരം ആക്രമണം അഴിച്ചുവിട്ടത്. പുറത്തിറങ്ങിയ സമീർ ഇത്തരത്തിൽ നായയുമായി പുറത്തിറങ്ങി റോഡിൽ അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് പുറത്തുണ്ടായിരുന്ന കുട്ടികൾ ചിരിച്ചു. ഇതാണ് പ്രതിയെ കൂടുതൽ ഇത്തരത്തിൽ അസ്വസ്ഥനാക്കിയത്. തുടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി, കുട്ടികളുണ്ടായിരുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി നായയെ കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന യുവാവിനെ കടിപ്പിക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ഉടൻ തന്നെ യുവാവ് ചെറുക്കാൻ ശ്രമിച്ച യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവ് തന്നെ ഇറങ്ങി ഓടി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ സമയത്ത് യുവാവിനെ ആക്രമിക്കാൻ പറ്റാത്തതിലുള്ള രോക്ഷത്തിൽ വീടിന് മുൻപിൽ തീയിടുകയും ചെയ്തു. പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നു. തുടർന്ന് നായയുമായി വീണ്ടും റോഡിലൂടെ നടന്നു നീങ്ങിയ പ്രതി നായയെ കൊണ്ട് മറ്റൊരു തൊഴിലാളിയെ കൂടെ കടിപ്പിച്ചു എന്നുള്ളതാണ്. ആസാം സ്വദേശിയായ തൊഴിലാളിക്കാണ് ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് കടിയേറ്റുള്ളത്. എന്തായാലും ഈ പ്രതിക്കായിട്ടുള്ള പ്രതിയെ ഉടനെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. സംസ്ഥാനമൊട്ടാകെ തിരയാനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും കുട്ടികൾ ചിരിച്ചതിന്റെ പേരിലായിരുന്നു ഇത്രയും വലിയ പൂജ. തീർച്ചയായും കുട്ടികൾ ചിരിച്ചു എന്നതായിരുന്നു പ്രതിയെ പ്രകോപിപ്പിച്ചത്. നായയുമായി പുറത്തിറങ്ങിയ പ്രതി റോഡിലൂടെ നീങ്ങുമ്പോൾ കുട്ടികൾ റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ റോഡിൽ കുട്ടികൾ നിൽക്കുന്നത് കണ്ട് പ്രതി നായയെ അഴിച്ചുവിടുകയും ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഓടി വീട്ടിലേക്ക് കയറി. ഇതാണ് പ്രതിയെ കൂടുതൽ പ്രകോപിതനാക്കിയതും പിന്നീട് വീട്ടിലേക്ക് കയറി അക്രമം അഴിച്ചുവിട്ടതും. എന്തായാലും ഗൃഹനാഥനാണ് അക്രമത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. നായയുടെ കടിയിൽ കാലിനാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും ആക്രമണം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായി യുവാവിനെ വീണ്ടും ആക്രമിക്കുകയും ചെയ്തു. അടിക്കുകയും ചെയ്തു. പിന്നീട് യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സമീറിനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സമീർ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സമീർ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. പല ക്രിമിനൽ കേസുകളിലും മുൻപ് ഇത്തരത്തിൽ സമാനമായ കേസുകളിൽ പ്രതിയുമായിരുന്നു. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.